ഹായ്, അപ്പോൾ ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്വീറ്റ് ഹോം എന്നുള്ള ആ ഒരു നെയിം ഉണ്ടല്ലോ, അത് എഴുതാൻ വേണ്ടിയിട്ട് പേപ്പേഴ്സ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം ആ ഒരു പ്രിൻ്റ് ഞാൻ നിങ്ങൾക്കൊക്കെ അയച്ചു തന്നിട്ടുണ്ടാവും. അയച്ചു തരാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പ്രിൻ്റ് എടുക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ക്യാൻവയിൽ നിന്ന് എഡിറ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ ആ ഒരു ലിങ്ക് ഞാൻ അയച്ചു തരും. അപ്പം അത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്തിട്ട് ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ കട്ട് ചെയ്ത് കാണിച്ചത്. ഞാൻ ഈ കട്ടിംഗ് ബോർഡ്, ഈ ഒരു സാധനം വാങ്ങിയതാണ്, കട്ടർ. ഈ ഒരു കട്ടറാകുമ്പം മറ്റേത് പറയുമ്പം കട്ടിംഗ് ബോർഡ് വെച്ച് കട്ട് ചെയ്യാൻ കുറേ ടൈം എടുക്കും. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് കട്ട് ചെയ്താൽ മതി. ഇത് 150 GSM വരുന്ന പേപ്പറാണ്. ഇതാകുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. A4 സൈസ് പേപ്പറിലാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ അടിയിൽ ചെയ്യുന്ന ബേസ് പേപ്പർ A4 ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ടാണ് ഇനി നമുക്ക് ഈ ഒരു നെയിം ഇതിലേക്ക് ചെയ്യണം. ഇതിന് മുകളിലായിട്ട് ഈ ഒരു പ്രിൻ്റ് വെച്ചിട്ട് അങ്ങനെ കറക്റ്റ് ഒട്ടിച്ചെടുക്കും. ഈ ഒരു കട്ടിംഗ് ബോർഡൊക്കെ നിങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഞാൻ പറഞ്ഞിരുന്നു വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു പാന എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൂടെ വരയ്ക്കുക. നന്നായിട്ട് അമർത്തി വരക്കണം. അടിയിൽ ആദ്യം നല്ലോണം കാണണം.
അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് കാണുന്നുണ്ടോ അറിയില്ല. ഓക്കെ, ഇങ്ങനെ കാണണ്ടല്ലോ. ഇതിൻ്റെ മുകളിലൂടെയാണ് നമുക്കിനി വർക്ക് ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു നെയിം എഴുതുമ്പം ഈ ഒരു ബോട്ടിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരുടെ അടുത്തും ഉണ്ടാവില്ല എന്നറിയാം. അതുകൊണ്ടാണ് ഞാൻ മുന്നൊക്കെ ചെയ്ത പോലെ തന്നെ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഗമ്മ് നമുക്ക് ആദ്യം ബേസിലാക്കാം. എവിടെയെങ്കിലും ഒന്നാക്കിയിട്ട് കർവ് ചെയ്തെടുക്കാം. ഈ ഒരു സംഭവം ഉണ്ടോ, ഇതിങ്ങനെ പിടിച്ചാൽ അമർത്തി വെക്കുക, മടുക്കരുത്. ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് ഇങ്ങോട്ട് വലിക്കുമ്പോൾ ഇത് ഈ ഒരു ഷേപ്പായി വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ലെസ് ഉണ്ടാവുക. അപ്പോൾ രണ്ട് ഭാഗത്തും ഇതുപോലെ കർവ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഷേപ്പ് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഈ ഭാഗത്തൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കർവ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു പെയിൻറ്റ് ചെയ്യുന്ന ബ്രഷ് ഉണ്ടല്ലോ, അതിൻ്റെ ബാക്ക് ഭാഗത്തോണ്ടാണ് ചെയ്യലുണ്ടായിരുന്നത്. നോക്കട്ടെ, അതോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നിപ്പോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് കറക്റ്റ് വെക്കുക. എവിടെയാണോ ചെയ്യേണ്ടത് വെച്ചാൽ അവിടെ നോക്കിയിട്ട് പേന യൂസ് ചെയ്തിട്ട് ഒന്നിങ്ങനെ ചെയ്തെടുക്കുക. ലാസ്റ്റ് അടിച്ച് വരുന്നിടത്ത് ഒന്ന് ബെൻഡ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇത് ഇങ്ങോട്ടേക്ക് കർവ് ചെയ്യുക. ഇപ്പോൾ ഇങ്ങോട്ടേക്കാണല്ലോ നമുക്ക് വളക്കേണ്ടത്. അപ്പോൾ അവിടെ ഇങ്ങനെ ചെയ്യാം. ഇവിടെ വെച്ചിട്ട് പിടിക്കാം. എന്നിട്ട് ഞാൻ നേരത്തെ യൂസ് ചെയ്ത പോലെ തന്നെ ഈ ഒരു നിപ്പ് വെച്ചിട്ട് അങ്ങോട്ട് കർവ് ചെയ്തിട്ട് ബാക്കി ഇങ്ങനെ അങ്ങോട്ട് ചെയ്യാം. അപ്പോൾ എസ് റെഡി ആയിട്ടുണ്ട്. എസ് ഇവിടെ വെക്കാം.
നമ്മൾ ഗമ്മ് ഒരുപാട് ഇങ്ങനെ നമ്മളിങ്ങനെ ഒട്ടിക്കുമല്ലോ, അതുപോലെ ചെയ്യാതെ അത് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വെക്കുക. അതാകുമ്പോൾ നമുക്ക് അടിയിൽ ഒരുപാട് ഗമ്മാവില്ല. ഗമ്മ് കൂടിയാലും നമ്മളെ വർക്ക് നന്നാവില്ല. ഇതിലേക്ക് ഇങ്ങനെ വെക്കുക. ഞാൻ ഈ ഒരു പേപ്പർ ഉണ്ടല്ലോ, ഇതിന് പകരം ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുള്ള ഒരു പേപ്പർ, ഗ്ലോസി പേപ്പർ, പ്രിൻ്റൊക്കെ എടുക്കുന്ന ആ ഒരു പേപ്പറാകുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ്. പിന്നെ എല്ലാവരുടെ കയ്യിലും അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് നമ്മൾ ഡ്രോയിങ് ചെയ്യുന്ന ബുക്ക്, അങ്ങനെ പെയിൻറ്റിങ് ചെയ്യുന്ന ബുക്ക്, അതിലൊക്കെ പേപ്പേഴ്സ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞത്. ഈ പ്രിൻ്റ് എടുക്കുന്ന പേപ്പർ A3 സൈസ് നിങ്ങൾ ബൾക്കായിട്ട് വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. നമുക്ക് A4 സൈസിൽ ഓർഡർ വരികയാണെങ്കിൽ ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. A3 ആണ് വരുന്നെങ്കിൽ A3 എടുക്കാം. ഇനി അതിൻ്റെ ഫ്രെയിംസൊക്കെ നിങ്ങൾ എങ്ങനെ വാങ്ങിക്കുന്നതെന്നുള്ളതൊന്ന് പറയണം. ഓൺലൈനായിട്ട് പല തട്ടിപ്പുണ്ട്. എൻ്റെ ഒരു ഇതുപോലെ തന്നെ ക്ലാസ് ജോയിൻ ചെയ്ത ഒരാൾ പറഞ്ഞിരുന്നു, അങ്ങനെ ഓർഡർ ചെയ്തിട്ട് നോർത്ത് ഇന്ത്യൻസിൻ്റെ അടുത്ത് നിന്നാണ് ഓർഡർ ചെയ്തതെന്നാണ് പറഞ്ഞത്. അവർ ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവരൊരു വിവരവും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചതിയിലൊന്നും പെടാത്ത രീതിയിൽ അധികം നമ്മളെ നാട്ടിൽ തന്നെ ഷോപ്പ് ഉണ്ടാവുമല്ലോ, ഈ ഫ്രെയിംസിൻ്റെ കട, അപ്പോൾ അവരെ അടുത്ത് പോയിട്ട് അവർ ഫ്രെയിംസ് വാങ്ങിക്കുന്ന ഷോപ്പിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യുന്ന അവിടെ നിന്നൊന്ന് ബൾക്കായിട്ട് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ബൾക്കൊക്കെ ആകുമ്പോൾ അവർ എടുക്കും. നമ്മൾ ഒന്നോ രണ്ടോ ഒക്കെ ആകുമ്പോൾ എടുക്കില്ല. കാരണം ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്, അല്ല ഈ ഒരു ഫ്രെയിം പറയുന്നത് അങ്ങനെ എല്ലാവരും ഓർഡർ ചെയ്യുന്ന ഒരു സാധനമല്ല. അവരവിടെ അടിച്ച് വെക്കലില്ല എന്ന് എന്നോട് പറഞ്ഞത്. ഞാൻ ഓർഡർ ചെയ്യുന്ന ഷോപ്പിൽ നിന്ന് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഒക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. കാരണം അത്യാവശ്യം പേയ്മെൻറ്റ് വരുന്നുണ്ട്, ഈ ഒരു റേറ്റ് വരുന്നുണ്ട്. ഈ ഒരു ഫ്രെയിമിന് 400 ഒക്കെ വരുന്നുണ്ട്. A4 സൈസിന് മാത്രം വരുന്ന റേറ്റ് ഉണ്ട് അത്. അപ്പം ബൾക്കായിട്ട് വാങ്ങിക്കുമ്പം റേറ്റ് കുറഞ്ഞ് കിട്ടും, ഒരു 300 ഒക്കെ ആ ഒരു റേഞ്ചിൽ കിട്ടും. പിന്നെ നമ്മളെ വർക്കിന് നമുക്ക് എത്രയും വാങ്ങാം, കാരണം നമ്മൾ അത്രയും എഫോർട്ട് എടുത്ത് ചെയ്യുന്ന വർക്കാണല്ലോ. അങ്ങനെ വാങ്ങിക്കുന്നവരുടെ അടുത്ത് നിന്ന് മാത്രം വാങ്ങിച്ചാൽ മതി. കാരണം വെറുതെ എഫോർട്ട് എടുത്തിട്ട് നമ്മൾ എന്താ പറയുക, ഒന്നുമില്ലാത്തതാവരുത്. ഞാൻ അങ്ങനെ ഫസ്റ്റിലൊക്കെ നല്ല റേറ്റ് കുറച്ചിട്ടായിരുന്നു ഞാൻ വിറ്റിരുന്നത്. അന്നെല്ലാം ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ പാക്കിങ്ങിന് തന്നെ അത്യാവശ്യം കോസ്റ്റ് വരും. കാരണം അതിൻ്റെ ബബിൾ റാപ്പ്, പിന്നെ തെർമോക്കോള്, കാർഡ്ബോർഡ് ഷീറ്റ്, അതൊക്കെ ഞാനത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ക്ലിം റാപ്പില്ലേ, അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അതിന് തന്നെ നമ്മൾ കിട്ടുന്ന പൈസ ഈ പാക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനം വാങ്ങിച്ച് തീരുമായിരുന്നു. പിന്നെ ഞാൻ റേറ്റ് കൂട്ടി തുടങ്ങി. ഇപ്പോൾ എൻ്റെ ഇതിൽ A4 സൈസിന് 2000 ആണ് വരുന്ന റേറ്റ്. 2000 അല്ലെങ്കിൽ ചില ടൈമിൽ 1800 ആക്കും, ചില ടൈമിൽ 2000, അല്ലെങ്കിൽ ചില ടൈമിൽ
2200 അങ്ങനെയൊക്കെയാണ് A4 സൈസിൻ്റെ ഒരു 1 AM ഞാൻ ചാർജ് ഈടാക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു വർക്ക് നല്ല ക്ഷമ വേണം, എന്നാലേ ഈ ഒരു വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ ആഗ്രഹിച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ചെയ്യും. ഈ ഇതില്ലേ ബബിൾ റാപ്പ്, അത് ഞാൻ 2 മീറ്ററിന് 200 റുപ്പീസാണ് വരുന്നത്. 200 അല്ല, 4 മീറ്ററിന് 200 റുപ്പീസാണ് ഞാൻ അങ്ങനെ വാങ്ങിക്കൽ. പിന്നെ ആമസോണിലൊക്കെ ഉണ്ട്, പക്ഷേ റേറ്റ് കൂടുതലാണ്. എന്നിട്ട് തന്നെ ഗ്ലാസ് പൊട്ടിന്ന് കംപ്ലൈൻറ്റ് വരാറുണ്ട്. കാരണം കൊറിയർ ഓഫീസിൽ നിന്ന് നല്ല എറിയും ഒരു സാധനം, തീരെ ശ്രദ്ധിക്കില്ല. നമ്മൾ ഗ്ലാസ് നിന്ന് എഴുതിയിട്ടും കാര്യമില്ല, അതിന് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പം നിങ്ങൾക്ക് അക്രീലിക്ക് ഗ്ലാസ്സിന് പകരം അക്രീലിക്ക് ഫ്രെയിംസ് കിട്ടുകയാണെങ്കിൽ അതാണ് ബെറ്റർ. അതാകുമ്പം ഈ ഗ്ലാസ് പൊട്ടിയെന്നുള്ള പ്രശ്നം ഉണ്ടാവില്ല. എനിക്ക് അക്രീലിക്കിൻ്റെ ഇത് കിട്ടാനില്ല, അതുകൊണ്ട് ഞാൻ ഗ്ലാസ് തന്നെയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ചെയ്യുന്നത് ശ്രദ്ധിക്കട്ടോ. ഇപ്പോൾ ഞാൻ എഴുതിയത് ഇത് വെച്ചിട്ടാണ്. ഇത് വെച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമുക്ക് അങ്ങനെ വരച്ച് കൊടുത്താൽ മതിയല്ലോ. നോർമൽ ഫ്രെയിമിൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരാൾ ചെയ്യുന്നത് ഞാൻ ഇന്നലെ കണ്ടത്. അതിന് ഗ്ലാസ്സൊന്നുമില്ല, ഇല്ലാതെ തന്നെ വർക്ക് മാത്രം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫസ്റ്റിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, റേറ്റ് കുറച്ചിട്ട് ചെയ്യാൻ പറ്റും. നല്ല ബോക്സിലാക്കിയിട്ട് ആ ഒരു കറക്റ്റ് സൈസുള്ള ബോക്സ് ആക്കിയിട്ട് അതിൽ അയച്ചാൽ മതി. ബബിൾ റാപ്പും ചെയ്യണം, എന്നാലേ അതിന് ഡാമേജ് പറ്റാതിരിക്കുള്ളൂ. പിന്നെ എന്നാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നെയിം മാത്രമല്ലല്ലോ, ഫോട്ടോ വെച്ചിട്ട് ചെയ്യാൻ പറ്റും, ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത് മനസ്സിലായില്ലേ? പിന്നെ ചിലതിലൊക്കെ ഞാൻ ആനിവേഴ്സറി, ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ പ്രിൻ്റ് എടുക്കലാണ്. അവർ ഗ്ലോസി പേപ്പറിൽ എടുത്തു തരും. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടാവുമല്ലോ ചിലർക്ക്, ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമാണല്ലോ. അപ്പോൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ചോദിച്ചാൽ മതി. ഞാനൊരു പേപ്പർ കൊണ്ടുവന്ന് തന്നാൽ അതിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് പ്രിൻ്റ് എടുത്ത് തരുമോയെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ അവർ ചെയ്തു തരും. ചിലരൊക്കെ ചെയ്തു തരും കേട്ടോ. എനിക്കങ്ങനെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് 25 റുപ്പീസൊക്കെയാണ് എന്നോട് വാങ്ങിയിരുന്നത്. പിന്നെ അവർ ചെയ്തു തരുന്ന പേപ്പർ നല്ല റേറ്റ് വരും, 60 റുപ്പീസൊക്കെ വരും, 60 രൂപ, 80 രൂപ. പിന്നെ വലിയ സൈസാണെങ്കിൽ
100 A3 സൈസ് ആണെങ്കിൽ 100, 120 അങ്ങനെ 180 വരെ വരാറുണ്ട്. ജസ്റ്റ് ഒന്ന് നെയിം മാത്രമാണെങ്കിലും അങ്ങനെ വരാറുണ്ട്. ഞാൻ ആനിവേഴ്സറി എന്നുള്ളതൊക്കെ നിങ്ങൾ കാണാറുണ്ടല്ലോ, ഞാൻ മുകളിൽ കൊടുക്കാം, ജസ്റ്റ് ഒന്ന് നോക്കേണ്ടി. അപ്പം നമ്മളതിന് പല പ്രിൻറ്റിങ് ഷോപ്പിലും കയറി ഇറങ്ങുക, എന്നിട്ട് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് ആരാണോ ചെയ്തു തരുന്നത് അവരുടെ അടുത്തുനിന്ന് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്കുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള സ്റ്റിക്കർ അങ്ങനത്തെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ സ്റ്റിക്ക് ചെയ്തെടുക്കാൻ പറ്റും. A3 സൈസ് ഫ്രെയിമിന് ഞാൻ ഫസ്റ്റ് വാങ്ങിയ സമയത്ത് 500 രൂപക്കായിരുന്നു വാങ്ങിയത്. 500 രൂപക്ക് ഒരു ഫ്രെയിമിൻ്റെ വിലയാണ് 500 രൂപ. പിന്നെ ഞാൻ ഹോൾസെയിലായിട്ട് വാങ്ങിക്കൽ തുടങ്ങി വേറൊരു കടയിൽ നിന്ന്. അപ്പോൾ മുതൽ ഒരു 350, 400 ആ റേഞ്ചിലാണ് എനിക്ക് കിട്ടൽ തുടങ്ങിയത്. നിങ്ങൾക്കൊക്കെ എങ്ങനെ കിട്ടുക? ഓരോ നാട്ടിലും ഓരോ റേറ്റാണ്. മെയിനായിട്ട് ഈ ഒരു ഫ്രെയിം കിട്ടാനില്ല, അതാണ് പ്രശ്നം. ഒരുപാട് പേര് മെസ്സേജ് അയച്ച് വരുന്നുണ്ട്, നിങ്ങൾ എവിടുന്നാണ് വാങ്ങിക്കലെന്ന് വെച്ചിട്ട്. പക്ഷേ ഞാൻ ഓർഡർ ചെയ്യുന്ന ഒരു ഷോപ്പുകാർ കൊറിയർ സർവീസ് ഇല്ല, കാരണം ഗ്ലാസ് പൊട്ടിപ്പോവും അവർ ബൾക്കായിട്ട് അയക്കുമ്പോഴേക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോയി അവരുടെ അടുത്ത് പോയി വാങ്ങിച്ചാൽ മാത്രമേ അവർ എടുക്കുന്നുള്ളൂ, ഓർഡർ എടുക്കുന്നുള്ളൂ.
ഇവിടെ വെച്ചു, ഇവിടെ വെച്ചോ. ഓ കേട്ടിട്ടല്ലേ അതിന് ഇപ്പൊ ഉണ്ടാക്കി. ഇങ്ങോട്ട് പോരുക, ഇങ്ങോട്ട് പോരും അവിടെ നിന്നാ